ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ഡൽഹി ഹൈക്കോടതിയിൽ തിരിച്ചടി. ജാമ്യം ഒരാഴ്ച കൂടി നീട്ടണമെന്ന ആവശ്യം തള്ളി. മദ്യനയ അഴിമതി കേസിൽ ജാമ്യത്തിലിറങ്ങിയ കെജ്രിവാളിന് ജൂൺ 2 തന്നെ തിരിച്ച് ജയിലിൽ എത്തേണ്ടി വരും. MG മിഥുൻ ചേരുന്നു. മിഥുൻ, തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനാണ് കെജ്രിവാളിന് ജാമ്യം അനുവദിച്ചത്. അത് 7 ദിവസം കൊണ്ട് നീട്ടണമെന്നായിരുന്നു ആവശ്യം. ഇപ്പോൾ ഇത് പൂർണ്ണമായും തള്ളിയിരിക്കുകയാണ് കോടതി. എന്തൊക്കെയാണ് വിവരങ്ങൾ? രജിത്ത്, സുപ്രീം കോടതി രജിസ്ട്രിയാണ് ഇത് സംബന്ധിച്ചുള്ള അപേക്ഷ സ്വീകരിക്കാതെ വിസമ്മതിക്കുകയും ചെയ്തത്. നേരത്തെ ഈ ഒരു അപേക്ഷ സുപ്രീം കോടതിയിൽ സമർപ്പിച്ചപ്പോൾ തന്നെ ഈ ഒരു വിഷയം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ പരിഗണനയിലുള്ളതാണ്. ചീഫ് ജസ്റ്റിസാണ് ഇത് സംബന്ധിച്ച വിധി പുറപ്പെടുവിക്കേണ്ടത്, ഒപ്പം തന്നെ ഇക്കാര്യത്തിൽ നിർണായക തീരുമാനമെടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ചീഫ് ജസ്റ്റിസിനെ ഇത് കൈമാറുമെന്നായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ അറിയിക്കുകയും ചെയ്തത്. തുടർന്നാണ് രജിസ്ട്രി ഇത്തരത്തിലൊരു വിസമ്മത കുറിപ്പ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതായത് നിലവിൽ അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം അനുവദിച്ചത് 22 ദിവസത്തേക്കാണ്. അത്രയും ദിവസത്തിനുള്ളിൽ തന്നെ ഈ വൈദ്യപരിശോധന അടക്കമുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു ഒരു ഇടക്കാല ജാമ്യം അനുവദിക്കാൻ സുപ്രീം കോടതി തയ്യാറാവുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് ഉള്ള ദിവസങ്ങളിൽ ഈ വൈദ്യപരിശോധനയ്ക്കായി 7 ദിവസം കൂടി നീട്ടി നൽകണമെന്നുള്ള ആവശ്യമായിരുന്നു പ്രധാനമായും സുപ്രീം കോടതിയിൽ അരവിന്ദ് കെജ്രിവാളിന്റെ അഭിഭാഷകൻ മുന്നോട്ട് വെച്ചത്. അത് അംഗീകരിക്കാൻ ഇപ്പോൾ സുപ്രീം കോടതി തയ്യാറായിരിക്കുന്നില്ല. അരവിന്ദ് കെജ്രിവാൾ നിലവിൽ ജൂൺ 2 വരെയാണ് അദ്ദേഹത്തിന്റെ ജാമ്യാപേക്ഷ പരിഗണിച്ചപ്പോൾ വ്യവസ്ഥ പ്രകാരം നൽകിയിട്ടുള്ളത്. അന്ന് വൈകിട്ട് തന്നെ തിഹാർ ജയിലിലേക്ക് ഈ ഒരു സാഹചര്യത്തിൽ അരവിന്ദ് കെജ്രിവാളിന് മടങ്ങേണ്ടി വരുമെന്നുള്ള സൂചന തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും അരവിന്ദ് കെജ്രിവാളിനെ സംബന്ധിച്ചും ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചും ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ചും കനത്ത ഒരു തിരിച്ചടി തന്നെയാണ് ഈ ഒരു ജാമ്യ വ്യവസ്ഥ അല്ലെങ്കിൽ ഇടക്കാല ജാമ്യം നീട്ടി നൽകാത്തതിനെ തുടർന്ന് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ജൂൺ 1 തന്നെ ഈ ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് ഇന്ത്യ സഖ്യത്തിന്റെ പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നിർണായക മീറ്റിംഗ് ജൂൺ 1 അതായത് അവസാനഘട്ട തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം 7 മണിക്ക് ഡൽഹിയിൽ ചേരാനിരിക്കുന്നത്. അന്ന് അരവിന്ദ് കെജ്രിവാൾ പങ്കെടുക്കുകയും ചെയ്യും. ഒപ്പം തന്നെ തുടർ നീക്കങ്ങളൊക്കെ തന്നെ അദ്ദേഹം ജയിൽ പോകുന്നതിന് മുമ്പ് തന്നെ തീരുമാനിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ അടിയന്തരമായ ഒരു യോഗം വിളിച്ചു ചേർക്കാൻ ഇന്ത്യ മുന്നണി തീരുമാനിക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും അരവിന്ദ് കെജ്രിവാളിനെ സംബന്ധിച്ചിപ്പോൾ കനത്ത തിരിച്ചടിയാണ്. എന്തായാലും ഇനി അദ്ദേഹത്തിന് ഇടക്കാല ജാമ്യം ഇനി എന്നാണ് അനുവദിക്കുന്നത് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും നിലവിൽ അദ്ദേഹം നൽകിയിട്ടുള്ള അപേക്ഷ സ്വീകരിക്കാൻ സുപ്രീം കോടതി രജിസ്ട്രി തയ്യാറായിട്ടില്ല. ഏതായാലും ഇത് നേരത്തെ പറഞ്ഞാൽ ഇന്ത്യ മുന്നണിക്ക് തിരിച്ചടിയാണ്. അവസാനവട്ട തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ഈ പറഞ്ഞ പോലെ കെജ്രിവാൾ വീണ്ടും ജയിലിലേക്ക് പോകേണ്ടി വരുമെന്നുള്ളത്. അപ്പോൾ കൃത്യമായി തന്നെ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ പങ്കെടുക്കാൻ വേണ്ടി മാത്രമാണ് ഒരു പ്രത്യേക കേസായി പരിഗണിച്ച് കോടതി ജാമ്യം അനുവദിച്ചത് എന്ന് വേണം കാണാൻ. കാരണം കേസിന്റെ മെറിറ്റ് നോക്കിയിട്ടോ കെജ്രിവാൾ ഈ വിഷയത്തിൽ ഏതെങ്കിലും തരത്തിൽ നിരപരാധിയാണെന്ന് മനസ്സിലായിട്ടോ ഒന്നുമല്ല കോടതി വിധിയെന്നും ഇതുമായി ബന്ധപ്പെട്ട പ്രത്യേക സാഹചര്യത്തിൽ ജാമ്യം നൽകിയതാണ് എന്ന് വേണം കാണാൻ. അപ്പോൾ ഹേമന്ത് സോറന്റെ വിഷയമൊക്കെ അവിടെ കിടക്കുമ്പോൾ ഈ വിധി ആ തരത്തിലും ബാധിക്കും മിഥുൻ. തീർച്ചയായും, അതായത് പ്രധാനമായും 2 കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് സുപ്രീം കോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചത്. അതിലൊന്ന്, ഇത്രയും പ്രധാനപ്പെട്ട ഒരു പൊതു തെരഞ്ഞെടുപ്പാണ് നടക്കുന്നത്. പ്രധാനപ്പെട്ട ഒരു നേതാവ് കൂടിയാണ്. അത്തരത്തിൽ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം ക്രിമിനൽ കുറ്റങ്ങളൊന്നും തന്നെ ചെയ്തിട്ടില്ല. മുൻകാലങ്ങളിൽ അദ്ദേഹത്തിന്റെ പേരിൽ വധശ്രമത്തിനോ അല്ലെങ്കിൽ വധശിക്ഷയ്ക്കോ അതായത് ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങളൊന്നും ഏർപ്പെടാത്ത ഒരു നേതാവ് കൂടിയാണ് അരവിന്ദ് കെജ്രിവാൾ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇടക്കാല ജാമ്യം അനുവദിച്ചുകൂടെ എന്നൊരു പരാമർശം തുഷാർ മേത്ത അധ്യക്ഷനായിട്ടുള്ള ബെഞ്ച് അന്ന് ആദ്യഘട്ടത്തിൽ ഈ ഒരു കേസ് പരിഗണിച്ചപ്പോൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. കൂടാതെ ഇഡിക്കെതിരെ രൂക്ഷമായ വിമർശനം സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. മറ്റൊന്ന്, ഈ ജയിലിൽ കഴിയുന്ന വേളയിലൊക്കെ തന്നെ ഇദ്ദേഹത്തിന് ശാരീരികമായി പല ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടിരുന്നു. ഒപ്പം തന്നെ ശാരീരിക അസ്വാസ്ഥ്യം അനുഭവപ്പെടുകയും ചെയ്തിരുന്നു. അത് കൂടുതൽ രോഗബാധിതനാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ വിദഗ്ധ ചികിത്സയ്ക്കായി ജാമ്യം അനുവദിക്കുന്നുള്ള ഒരു കാര്യം കൂടി ഈ ഒരു ജാമ്യാപേക്ഷയിൽ മുന്നോട്ട് വെച്ചിരുന്നു. ഈ 2 കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് സുപ്രീം കോടതി അദ്ദേഹത്തിന് ഇടക്കാല ജാമ്യം അനുവദിച്ചത് 22 ദിവസത്തേക്ക്. 22 ദിവസവും അദ്ദേഹം പ്രചരണ രംഗത്ത് സജീവമാവുകയും ചെയ്യുന്നു. കൂടാതെ പല വ്യവസ്ഥകളും മുന്നോട്ട് വെച്ചിരുന്നു. അതായത് തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയം പറയാൻ പറ്റും, പക്ഷേ അദ്ദേഹം മുഖ്യമന്ത്രിയാണ് എന്നുള്ള കാര്യം ഒഴിച്ചു നിർത്തിയാൽ ഭരണനിർവഹണത്തിലോ ഒപ്പം തന്നെ സെക്രട്ടേറിയറ്റ് പരിസരത്തോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഓഫീസിലേക്കോ ഒന്നും തന്നെ അദ്ദേഹത്തിന് ചെല്ലാൻ പാടില്ല. കൂടാതെ തന്നെ നിർണായകമായിട്ടുള്ള പല ഫയലുകളും വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ആ ഫയലുകളിൽ നിന്നും ഒപ്പിടാൻ അദ്ദേഹത്തിന് അനുമതിയില്ല. പക്ഷേ ലഫ്റ്റനന്റ് ഗവർണറുടെ അനുമതിയോടുകൂടി ആ ഫയലുകളിൽ വളരെ ഏതെങ്കിലും പ്രധാനപ്പെട്ട നിർണായകമായിട്ടുള്ള ഏതെങ്കിലും ഫയലുകളിൽ ഒപ്പിട്ട് അത് പദ്ധതി നടപ്പാക്കേണ്ട സ്ഥിതിവിശേഷം ഉണ്ടായാൽ മാത്രം അത് ലഫ്റ്റനന്റ് ഗവർണറുടെ അനുമതിയോട് കൂടി മാത്രമേ പാടുള്ളൂ എന്നുള്ള വ്യവസ്ഥ കൂടി വെച്ചുകൊണ്ടായിരുന്നു ഇത്തരത്തിൽ ഇടക്കാല ജാമ്യം അനുവദിച്ചത്. ഈ 2 കാര്യങ്ങൾ മാത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ്. അല്ലാതെ മറ്റ് കാര്യങ്ങൾ, അതായത് അദ്ദേഹത്തിനെതിരെ ഏകദേശം ഈ 2 വർഷത്തോളമായി ഈ ഒരു മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. ആ അന്വേഷണത്തിൽ കൃത്യമായി അരവിന്ദ് കെജ്രിവാളിലേക്ക് എത്താൻ ഇത്രയധികം സമയം എന്തുകൊണ്ട് എടുത്തു എന്നുള്ളൊരു പരാമർശം അല്ലെങ്കിൽ അത്തരത്തിലൊരു ചോദ്യം സുപ്രീം കോടതി ചോദിക്കുകയും ചെയ്തിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇടക്കാല ജാമ്യം നീട്ടി നൽകണമെന്നുള്ള ആവശ്യം അദ്ദേഹം ഉന്നയിക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ അത് സുപ്രീം കോടതി രജിസ്ട്രി അത്
തള്ളിയിരിക്കുന്നു. ആ അപേക്ഷ സമർപ്പിക്കുന്നത് അത് അംഗീകരിക്കാനാകില്ല എന്ന് സുപ്രീം കോടതി രജിസ്ട്രി നിലപാടെടുക്കുകയും ചെയ്തിരിക്കുന്നു. എന്തായാലും ഇക്കാര്യത്തിൽ ഇനിയൊരു ചീഫ് ജസ്റ്റിസിന് ഈ ഒരു ഉത്തരവ് നേരത്തെ തന്നെ കൈമാറിയിട്ടുണ്ട്. അദ്ദേഹമായിരിക്കും ഇക്കാര്യത്തിൽ കൃത്യമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുക. അതിനി കാത്തിരുന്ന് കാണും. അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും അരവിന്ദ് കെജ്രിവാളിന്റെ മുൻകൂർ ജാമ്യം അത് നീട്ടില്ല എന്നുള്ള സുപ്രധാനമായ തീരുമാനം കോടതിയുടെ ഭാഗത്ത് നിന്ന് വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. നമുക്കറിയാം മിഥുൻ, ഈ അരവിന്ദ് കെജ്രിവാളിന്റെ ഒരു വരവ് ഇന്ത്യ മുന്നണിക്കുണ്ടാക്കിയ ഒരു മേൽക്കൈ കഴിഞ്ഞ 2-3 ഘട്ട തെരഞ്ഞെടുപ്പുകളിൽ അത് പ്രധാനമാണ്. ഈ അവസാനവട്ട തെരഞ്ഞെടുപ്പ് രംഗത്തും നിറഞ്ഞു നിന്ന ആളാണ് അരവിന്ദ് കെജ്രിവാൾ. ഇത് ഇനിയിപ്പോൾ നടക്കാനുള്ള 58 മണ്ഡലങ്ങളിലേക്കാണ്. താൻ 4-ാം തീയതിക്ക് ശേഷം ജയിലിൽ നിന്ന് ഇറങ്ങും എന്നുള്ള പ്രഖ്യാപനവും കെജ്രിവാൾ നടത്തിയിട്ടുണ്ട്. ഒരുപക്ഷെ അത് ഭരണം മാറുന്ന പശ്ചാത്തലത്തിലാകാം. അപ്പോൾ അതേ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെയാകുമോ കെജ്രിവാളിന്റെ ജയിലിലേക്കുള്ള മടക്കം? തീർച്ചയായും. അതായത് ജയിൽ കയറുന്നതിന് മുമ്പ് അദ്ദേഹം എത്രത്തോളം ശക്തനായിരുന്നോ അതിനേക്കാൾ 10 മടങ്ങ് ശക്തിയോട് ആണ് അദ്ദേഹം ജയിലിൽ നിന്ന് പുറത്തേക്ക് വരികയും ചെയ്തത്. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു കടന്നുവരവ് വലിയൊരു ആത്മവിശ്വാസം തന്നെയാണ് ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച് ഉണ്ടായത്. കൂടുതൽ ഊർജ്ജമടക്കം അദ്ദേഹത്തിൻ്റെ ഒരു കടന്നുവരവ് കൂടി ഇന്ത്യ മുന്നണിക്ക് ഉണ്ടാവുകയും ചെയ്തു. അതിൽ പ്രധാനമായും ഹരിയാന, ഡൽഹി, പഞ്ചാബ് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ കൃത്യമായി അദ്ദേഹത്തിൻ്റെ ജാമ്യം അനുവദിച്ചതിനു ശേഷമായിരുന്നു ഈ ഒരു സംസ്ഥാനങ്ങളിലൊക്കെ തെരഞ്ഞെടുപ്പ് നടക്കുകയും ചെയ്ത് ഈ മേഖലകളിൽ കൃത്യമായി അദ്ദേഹത്തിന് പ്രചരണ രംഗത്തേക്ക് ഇറങ്ങിച്ചെല്ലാൻ സാധിച്ചു. അവിടെയൊക്കെ തന്നെ കൃത്യമായി നമുക്കറിയാം ഹരിയാനയിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി വലിയ പ്രതിസന്ധിയാണ് അവിടുത്തെ BJP സർക്കാർ നേരിടുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ JJPയുമായി ഇഴഞ്ഞു നിൽക്കുകയാണ്. അവിടെ രാഷ്ട്രീയ പ്രതിസന്ധി വലിയ രീതിയിൽ രൂക്ഷമായിരിക്കുന്ന സാഹചര്യത്തിൽ അവിടെയൊക്കെ കനത്ത തിരിച്ചടി NDA സഖ്യത്തിന് ഉണ്ടാകാമെന്നുള്ളൊരു വിലയിരുത്തലുണ്ട്. അദ്ദേഹത്തിന്റെ കടന്നുവരവോടുകൂടി, അരവിന്ദ് കെജ്രിവാളിന്റെ കടന്നുവരവോടുകൂടി ആം ആദ്മി പാർട്ടി അവിടെ കൂടുതൽ ഊർജ്ജസ്വലമായി പ്രവർത്തിക്കും, കൂടുതൽ സീറ്റുകൾ നേടുമെന്നുള്ള ആത്മവിശ്വാസമുണ്ട്. കൂടാതെ അദ്ദേഹം തിരികെ ജയിലിൽ മടങ്ങുന്നതിന് മുമ്പ് അവസാനഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ജൂൺ 1-നാണ്, നാളെയാണ് അവിടുത്തെ പരസ്യപ്രചാരണമൊക്കെ അവസാനിക്കുന്നത്. പഞ്ചാബിൽ അവർക്ക് ഏറ്റവും കൂടുതൽ ശക്തി കേന്ദ്രമായി അവർ കണക്കാക്കപ്പെടുന്ന ഒരു സംസ്ഥാനം കൂടിയാണ് പഞ്ചാബ്. അവിടെ ഇത്തവണ കൂടുതൽ സീറ്റുകൾ നേടാൻ സാധിക്കും. ഒപ്പം തന്നെ ഇന്ത്യ മുന്നണിക്ക് അത് കരുത്തു പകരാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അദ്ദേഹം അവിടെ കേന്ദ്രീകരിച്ചുള്ള പ്രചരണ രംഗത്തേക്ക് സജീവമായി കഴിയുകയും ചെയ്തു. നാളെയാണ് പരസ്യപ്രചരണം അവസാനിക്കുന്നത്. ഇന്നും നാളെയും അദ്ദേഹത്തിന്റെ റോഡ് ഷോകൾ അവിടെയുണ്ട്. പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലെല്ലാം അദ്ദേഹത്തിന്റെ പൊതുപരിപാടികൾ നിശ്ചയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെയൊക്കെ തന്നെ കൃത്യമായി രാഷ്ട്രീയം പറയുക, ഒപ്പം തന്നെ നരേന്ദ്രമോദിക്കെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചുകൊണ്ടാണ് അദ്ദേഹം പ്രചരണ വേദികളിൽ എത്തുകയും ചെയ്യുന്നത്. അദ്ദേഹം ഈ ജയിലിൽ നിന്ന് ഇറങ്ങിയ ആദ്യമായി പൊതുപ്രവർത്തകരെ, അദ്ദേഹത്തിന്റെ പ്രവർത്തകരെയും ഒപ്പം തന്നെ രാജ്യത്തെ അഭിസംബോധന ചെയ്ത് അദ്ദേഹം സംസാരിച്ചപ്പോൾ ഇനിയുള്ള അങ്ങോട്ടുള്ള തന്റെ ജാമ്യം അനുവദിച്ചിരിക്കുന്ന ഈ 22 ദിവസം അത് മോദിക്കെതിരായിട്ടുള്ള പോരാട്ടമായിരിക്കും. മോദിക്കെതിരെ കൃത്യമായി ഈ ഒരു രാഷ്ട്രീയം പറയും, കൃത്യമായി അദ്ദേഹത്തിനെതിരായിട്ടുള്ള പരാമർശങ്ങൾ നടത്തുമെന്നുള്ള കാര്യം പറയുകയും ചെയ്തു. അരവിന്ദ് കെജ്രിവാളിന്റെ രാഷ്ട്രീയം നമുക്ക് മറ്റു